എല്ലാ കൂട്ടുകാർക്കും എൻജോയ് ദി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ പുതിയ എന്താ പറയുക ഫോട്ടോഷൂട്ടിനുള്ള ആളെത്തിയിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ മോളാണ് കേട്ടോ. ഇതല്ല മെയിൻ പ്രശ്നം കാര്യം എന്ന് പറയുന്നത് നമ്മളെ ചെറിയ കുറേ പേർക്ക് അഡീനി അറേബ്യക്കും വിത്തുകളൊക്കെ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇത് എപ്പോഴാണത് റീപ്പോർട്ട് ചെയ്യേണ്ടത്, എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്, എങ്ങനെ റീപ്പോർട്ട് ചെയ്യാൻ, എപ്പോഴാണ് റീപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ നമ്മളെ സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വിത്തുകളും അതുപോലെ ചെടികളൊക്കെ. ഓണത്തിൻ്റെ സെയിൽസ് നമ്മൾ ലേശം ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത റെസ്പോൺസൊക്കെ തരുന്നുണ്ട്. എന്നാലും ചെറിയ രീതിയിൽ എന്ന് വെച്ചാൽ ആൾക്കാർക്കൊരു പേടിയാണോ അതോ മഴയുടെ ആണോ എന്താണെന്ന് അറിയില്ല, ചെറിയൊരു രീതിയിൽ കുറവുണ്ട് മുന്നത്തെ അപേക്ഷിച്ചിട്ടാണ്. പക്ഷെ നമുക്കത് കാര്യമില്ല, കാരണം ഞാനും കുറച്ച് ടയേർഡാണെന്ന് വെച്ചാൽ ലേശം പ്രശ്നമുണ്ട്, കയ്യിന് ലേശം ഒരു ടെന്നീസ് എൽബോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കാരണം നമുക്ക് കൂടുതൽ പ്ലാന്റുകളുടെ ഇടയിൽ കിടന്ന് ഇതാക്കാൻ പെട്ടെന്ന് കൈ കൊണ്ടൊന്നും അധികം ചെയ്യാനും പറ്റില്ല. എന്നാലും ചെറിയ രീതികളിലൊക്കെ നമ്മൾ ഒരുവിധം ചെയ്യും. പിന്നെ നമ്മളെ ഹെൽപ്പേഴ്സ് ഉണ്ട്, അത്യാവശ്യം ആൾക്കാർ ഇതേപോലെയുള്ള കുറേ ഹെൽപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവരെ കൊണ്ടൊക്കെ ചെറിയ രീതിയിൽ ചെയ്യിക്കും, പാക്ക് ചെയ്യാനും ഇതിനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം, നമ്മൾ എങ്ങനെയാണ് ചെറിയ വിത്തുകൾ മുളപ്പിച്ച് വരുന്ന വിത്തുകൾ മുളപ്പിച്ച് നമുക്ക് കിട്ടുന്ന ചെറിയ സീഡ്ലിങ്ങൾ ഏത് സമയത്താണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യേണ്ടത്, അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വിത്തുകൾ മുളപ്പിച്ചുള്ള സീഡ്ലിങ്ങൾ പറഞ്ഞാൽ ഇതൊരു സെക്ഷനാണ്, ഇനിയുണ്ട് ഒരു 1 2 3 4 5 ഇതുപോലത്തെ ചട്ടികളിൽ ഇനിയുണ്ട്. നമ്മൾ ഓരോ സെക്ഷനായിട്ട് വെച്ചേക്കുക, 5 10 അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ ഇതാക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു പോട്ടിൽ ഒരു 4 ഐറ്റത്തിൻ്റെ സീഡുണ്ട്. നമ്മളെല്ലാം സാമ്പിളിന് വേണ്ടിയിട്ട് 5 എണ്ണൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക. നമുക്കതിൽ ചിലതൊക്കെ നല്ല രീതിയിൽ നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട്, ചിലത് നമ്മളിന്ന് റിസൾട്ട് ഉണ്ടായാൽ തന്നെ അത് മിസ്സാവാറുണ്ട് എങ്ങനെയും മഴ പെയ്തിട്ട്. ഇതൊക്കെ ഓപ്പൺ ആയിട്ടിരുന്ന സംഭവം. ഇന്ന് കാലത്തും കൂടി നല്ലൊരു ഉച്ചയ്ക്ക് നല്ലൊരു മഴ പെയ്തതാണ്, ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് നല്ല മഴയായിരുന്നു. അപ്പോൾ ശരിക്കും ഈ മഴ പെയ്ത സമയത്തൊക്കെയാണ് ഇത് റീപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സമയം കേട്ടോ. കാരണം വെച്ചാൽ ഒത്തിരി വെയിലുണ്ടെങ്കിൽ ഈ സീഡ്ലിങ്ങുകൾ റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലേശം എന്താ പറയുക വാട്ടം തളർച്ചയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളോട് ഇത് പോട്ട് ചെയ്യാനായിട്ടുള്ള പോട്ടുകൾ നമ്മൾ ഇതിനെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓരോന്നിൻ്റെ ഐഡിയ അനുസരിച്ച്. നമ്മളെ ഹെൽപ്പറെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു സീഡ്ലിങ്ങിന് മിനിമം 2 4 6 ലീഫോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. മിനിമം ഒരു 6 ലീഫ് ഇങ്ങനത്തെ ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിനെ റീപ്പോർട്ട് ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലായോ? വേറൊരു സിംഗിളായിട്ടുള്ള പോട്ടിലേക്കോ അല്ലെങ്കിൽ പോളിത്തീൻ കവറിലേക്കോ അല്ലെങ്കിൽ ചട്ടിയിലേക്കോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഏതിലേക്കാണെന്ന് വെച്ചാൽ നമുക്കത് റീപ്പോർട്ട് ചെയ്യാം. പിന്നെ റീപ്പോർട്ട് ചെയ്യാനുള്ള മിക്സർ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒന്നുമില്ല, ഇത് നിങ്ങൾ ചെടികൾ ഓർഡർ ചെയ്യുമ്പോൾ അത് അപ്രൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പോട്ടി മിക്സ് തന്നെയാണ് നമ്മൾ കൂടുതലും ഇതിന് ഉപയോഗിക്കാറ്. അതിൽ നമ്മൾ കുറച്ചും കൂടി ലീഫ് കമ്പോസ്റ്റ്, അതുപോലെ വെർമി കമ്പോസ്റ്റ്, പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി, ഇതൊക്കെ ആഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ സാഫ് ഫംഗിസൈഡും ആഡ് ചെയ്യും. ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സാണിത്. നമ്മൾ ഇങ്ങനത്തെ പോട്ടിലേക്കാണ് നമ്മളത് റീപ്പോർട്ട് ചെയ്യണത്. അല്ലേ, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഈ ഒരു പ്ലാന്റുകളെ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ ഹെൽപ്പർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യണം. മൂപ്പർക്ക് ചട്ടി കൊണ്ട് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്ലാന്റിനെയാണ് നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ റീപ്പോർട്ട് ചെയ്യണത്. നമ്മളതിൻ്റെ ID ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്യുക, ചെറിയൊരു കുഴി ഉണ്ടാക്കുക. നമ്മൾ മെല്ലെ ഇതിനെ നമ്മൾ മെല്ലെ പൊന്തിക്കുക. അതിന് ലേശം ബെൻഡൊക്കെ ഉണ്ട്, അത്
ജെർമിനേഷൻ ടൈമിൽ തന്നെ ചെറിയൊരു ബെൻഡൊക്കെ ഉണ്ട് അതിന്. സിമ്പിൾ പരിപാടി. നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 2 എണ്ണം നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇതെവിടെ വയ്ക്ക്, ഇവിടെ വയ്ക്ക്, ഇങ്ങോട്ട് വയ്ക്ക്. അമ്മ ഇങ്ങോട്ട് നീക്ക്, ഇങ്ങോട്ട് നീക്ക്. ഇടയിൽ നല്ലോണം വേരുകളൊക്കെ ഉണ്ട് കേട്ടോ നന്നായിട്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. പ്ലാന്റിനെ ഉപദ്രവിക്കരുത്. കേടാവാത്ത രീതിയിൽ നമ്മൾ മെല്ലെ ഒന്ന് അമർത്തി സൈഡിൽ ഒന്ന് ഫില്ല് ചെയ്യുക. ഓക്കെ, ഇവിടെ വെച്ചാൽ മതി. മൂപ്പകൾ നമ്മളെ ഭയങ്കര ഹെൽപ്പറാ. ഇതിന്റെ ഐഡി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, ബിഗ് പ്രോ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ വയ്ക്കേ അമ്മ, അവിടെ വെച്ചോടാ. ഇങ്ങോട്ട് നിൽക്ക്, ഇവിടെ വാ, ഇങ്ങോട്ട് വാ. അപ്പോൾ നമ്മളെ ചെറിയൊരു സീഡ്ലിങ്ങുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങളാരും ലൈക്ക് ചെയ്യുക. ഇപ്പം ഇതുപോലെയാണ് നമ്മളൊരു പോട്ടി മിക്സിൽ നമ്മൾ ചെയ്യണത്. പോട്ടി മിക്സ് വേറെ ഒന്നുമില്ല, നമ്മളെ റീപോർട്ട് ചെയ്ത ചട്ടികളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പോട്ടി മിക്സിനെയാണ് നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ പ്ലാന്റുകൾ റീപോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതല്ലാതെ അറേബ്യക്കൻ പ്ലാന്റുകളുടെ സീഡ്ലിംഗ് ആണ്. ആ, മൂപ്പരാളെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീഡിയോയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നും മൂപ്പരാളെ പരിപാടി എന്ന് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചട്ടിയിൽ ചെടി എടുത്തിട്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുക. ഒരു ചെടി ഇത് പിടിക്കുക, നമ്മളോട് ഫോട്ടോ എടുത്തോളം പറയും. എന്താണ് പരിപാടി. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. പിന്നെ വിത്തുകളും ചെടികളൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മളെ വീഡിയോയുടെ മുകളിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അത് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. നല്ല ഓഫറിൽ വിത്തുകളും കാര്യങ്ങളൊക്കെ ചെടികളൊക്കെ നമ്മളിപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. അധികം സമയത്തേക്കില്ല, സെപ്റ്റംബർ 30 വരെയാണ് നമ്മൾ ഓർഡറുകൾ എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ നാട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് സെപ്റ്റംബർ 30 വരെയുള്ള ഓർഡറുകൾക്കൊക്കെ നല്ല ഡിസ്കൗണ്ടും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെടികളും വിത്തുകളും വേണ്ടവർ പെട്ടെന്ന് തന്നെ നമ്മൾ വാട്സപ്പ് നമ്പർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ സീഡ്ലിങ്ങുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പോട്ടി മിക്സിൻ്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ നമ്മൾ എല്ലാ ഇതിലും പോട്ടി ചെയ്യുന്നത്, കാരണം സിൻഡർ ഉണ്ടാവും, കുറച്ച് മണലുണ്ടാവും, വെർമി കമ്പോസ്റ്റ്, അതുപോലെ നീംകലി, അതായത് നമ്മളെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി, അതുപോലെ ഫംഗിസൈഡ്, പിന്നെ നല്ല മണലിൻ്റെ മറ്റേ തരികൾ, അതായത് പൂഴിക്കട എന്നൊക്കെ പറയും, നല്ല ഗ്രാനുവൽസ് ആയിട്ടുള്ള മണലുകൾ അല്ലേ. അപ്പം അതൊക്കെയാണ് നമ്മളിതിൽ കൂടുതലും നമ്മളെ പോട്ടി മിക്സിലുള്ളത്. നല്ല വെൽ ഡ്രെയിൻഡ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള പോട്ടി മിക്സുകൾ തയ്യാറാക്കുക, പ്ലാന്റുകൾ റീപോർട്ട് ചെയ്യുക. ഇങ്ങനെയാണ് പ്ലാന്റുകൾ റീപോർട്ട് ചെയ്യണത്. അപ്പോൾ വിത്തുകൾ അതുപോലെ ചെടികളൊക്കെ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മളെ വാട്സപ്പ് നമ്പർ മുകളിലുണ്ട്,
പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക. സെപ്റ്റംബർ 30 വരെയാണ് നമ്മൾ ഓഫർ സെയിലുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓർഡർ എടുക്കില്ല. വിത്തുകൾക്ക് ഓർഡർ ഉണ്ടാവും. വിത്തുകൾ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മളെ സ്റ്റോക്കുകൾ കംപ്ലീറ്റ് നാട്ടിലേക്ക് വരുന്നുണ്ട്. അതുകൂടാണ്ട് നാട്ടിലേക്ക് ഒരു ലോഡ് വിത്തുകൾ പോരുന്നുണ്ട് പുറത്തുനിന്ന്. നമ്മളിപ്പോൾ ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കാതെ നാട്ടിലെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ, ചെടികളായാലും വിത്തുകളായാലും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബായ്, താങ്ക് യു. മതിട്ടാ. ഓക്കെ, താങ്ക് യു പറയും. താങ്ക് യു പറയും. താങ്ക് യു പറയേ, ശരിക്കും പറയും. താങ്ക് യു പറയും.